ഹലോ ഡിയേഴ്സ്, സാന്ത്വനത്തിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ സ്റ്റോഴ്സ് ഹരിനെ ഏൽപ്പിച്ചു. ശിവൻ്റെ കടയിൽ പോയി ഭക്ഷണവും കഴിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഫോട്ടോ നോക്കുമ്പോൾ ബാലൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഒന്നും പറയാൻ പറ്റുന്നില്ല അനിയന്മാരുടെ അടുത്ത്. ഇനി എന്നേക്കുമായി ഞാൻ സാന്ത്വനം വീട്ടിൻ്റെ പടി ഇറങ്ങാൻ പോകണമെന്നുള്ള സത്യം എങ്ങനെ ഞാൻ അനിയന്മാരുടെ പറയും? ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അനിയന്മാർ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നൊരു ചിന്ത മാത്രമാണ് നമ്മുടെ ദേവിയുടെയും ബാലൻ്റെയും മനസ്സിലുള്ളത്. അങ്ങനെ ശിവൻ്റെ കടയിലാണെങ്കിൽ നല്ല തിരക്കുണ്ട്. ശിവൻക്ക് എന്തായാലും കുഴപ്പമില്ല, അവൻ നല്ല നിലയിലായി. ഹരിയാണെങ്കിലും കട നോക്കി അവനും സേഫായി. ഇനിയിപ്പോൾ കണ്ണൻ്റെ കാര്യത്തിലാണ് എനിക്കൊരു ടെൻഷനുള്ളത്. അവൻ ചോദിച്ച പൈസ അവൻ്റെ കയ്യിൽ കൊടുക്കണം, അവനും നല്ല രീതിയിൽ ജീവിച്ചോട്ടെ എന്ന് ബാലൻ തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയന്തി വീട്ടിലോട്ട് വരികയാണ്. സാന്ത്വനം വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ കണ്ണനെ കാണാം. എന്താ കണ്ണാ, നീ പുതിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ പോവുകയാണെന്ന് കേട്ടല്ലോ, നീ ഷെയറൊക്കെ വാങ്ങി എന്നൊക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത്, വാങ്ങാൻ പോവുകയാണെന്നൊക്കെയാണല്ലോ അറിഞ്ഞത് പറയണം. എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ബിസിനസ് നടത്താനാണ് എന്നെല്ലാമുള്ള കാര്യങ്ങളൊക്കെ കണ്ണൻ ജയന്തിയുടെ അടുത്ത് പറയണം. അപ്പോൾ ജയന്തി പറയുന്നുണ്ട്, നീ ഏട്ടനെയും കൂടെ ഒന്ന് കൂട്ടോ, അയാൾക്ക് എവിടെ പോയി വർക്ക് ചെയ്താലും ഒരു സമാധാനമില്ല, ചെയ്യണതൊന്നും സേതുവേട്ടൻ എനിക്ക് കറക്റ്റായിട്ട് വരുന്നതുമില്ല. നീ സേതുവേട്ടനെയും കൂടെ കൂട്ടി ബിസിനസ്സിൽ അംഗമാക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളൊരു നാല് പേരും 3 പേരും കൂടിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, അതൊന്ന് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ സേതുവേട്ടനെ ഞാനതിൽ കൂട്ടായെന്ന് പറയണം. അപ്പോൾ ജയന്തിക്കൊരു ആശ്വാസമാവും. അങ്ങനെ ദേവി വിളിച്ചിട്ട് വന്നതായി ഇങ്ങോട്ട് പറയണം. ഏട്ടത്തി എന്തിനാ വിളിച്ചത് ജയന്തിയെ ഇങ്ങനെ കണ്ണൻ ചിന്തിക്കണം. അങ്ങനെ ദേവി വിളിച്ചിട്ട് ജയന്തി അകത്തോട്ട് കയറി പോകുമ്പോൾ മധുര പലഹാരങ്ങളെല്ലാം ടേബിളിൽ നിരത്തി വെച്ച് ജയന്തിനെയും വെയിറ്റ് ചെയ്തിട്ട് ദേവി ഇരിക്കുകയാണ്. അതെല്ലാം കണ്ട് ദേവി, ഇതെല്ലാം നീ എനിക്ക് ഒരുക്കി വെച്ചതാണോ എന്ന് ജയന്തി അത്ഭുതത്തോടെ ചോദിക്കണം. അതേ ചേച്ചി, ഏട്ടത്തിക്ക് ഒരുക്കി വെച്ചത് തന്നെയാണ്, എല്ലാം എടുത്ത് കഴിച്ചോളൂ എന്ന് പറയണം. ഇനി ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. ഇനി എന്താ എനിക്ക് സർപ്രൈസ് എന്ന് ജയന്തി ഞെട്ടലോടുകൂടി ചോദിക്കണം. അങ്ങനെ കുറേ സാരികൾ, ഉടുക്കാത്ത കുറേ പുതിയ സാരികൾ കൊണ്ടുവന്നു. ഇത് നാഗവല്ലിൻ്റെ സാരി, ഇത് മണിച്ചിത്രത്താഴിലെ, അതേപോലെ ഇത് മാണിക്കക്കല്ല്, വൈരക്കല്ല് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറേ സാരികൾ ജയന്തിയുടെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ജയന്തിക്ക് അതെല്ലാം കണ്ട് ജയന്തിൻ്റെ മനസ്സിലിങ്ങനെ ലഡ്ഡു പൊട്ടിയൊരവസ്ഥയാണ്. തുള്ളിച്ചാടിക്കൊണ്ടേയിരിക്കുകയാണ് ജയന്തി. ഇത്രയും നല്ല സാരികളോ ജയന്തി, ദേവീച്ചി ഇതെല്ലാം എനിക്കെടുത്ത് വെച്ചതാണോ ദേവി നീ പറഞ്ഞ് പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് ഏട്ടത്തിക്ക് എടുത്ത് വെച്ചത് തന്നെയാണ്, ഞാനിപ്പോൾ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് ദേവി പോവുകയാണ്. ആ ഒരു സമയത്ത് അഞ്ജു ഒരു പണിയൊപ്പിക്കും. അഞ്ജു നോക്കി, എന്ത് നല്ല ഭംഗിയുള്ള സാരികളാണല്ലേ ദേവി, ഇതൊക്കെ എനിക്ക് എടുത്ത് വെച്ചാന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നണോ എന്നൊക്കെ പറയണം. അതൊക്കെ ഉണ്ട് ജയന്തേച്ചി, എന്തിനാണെന്നറിയോ, വീട്ടിൻ്റെ സ്വത്തിൻ്റെ അവകാശം ഉണ്ടല്ലോ, അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ദേവീച്ചി ഇതൊക്കെ സോപ്പിടാൻ വേണ്ടി തരുന്ന സാധനങ്ങളാണെന്ന് നമ്മുടെ ജയന്തിയുടെ അടുത്ത് വെറുതെ അഞ്ജു പറഞ്ഞു കൊടുക്കണം. ഇത് കേട്ടതും ജയന്തി, അതിനാണോ, അതിലൊന്നും ഞാൻ വീടില്ല, വീട്ടിലെ സ്വത്തും അവകാശമൊന്നും ഞാൻ ദേവിക്ക് കൊടുക്കില്ല, എനിക്ക് അങ്ങനെയാണെങ്കിൽ ഇതൊന്നും വേണ്ട എന്നുള്ള മട്ടിലായി ആദ്യത്തെ സംസാരം. പിന്നെ പറഞ്ഞു, എന്ത് തന്നെ ആയാലും ഞാനത് കൊടുക്കുമല്ലോ, എനിക്ക് ഈ സാരി വിട്ടുകൊടുക്കാനും തോന്നുന്നില്ല. നോക്കൂ അഞ്ജു, എന്ത് നല്ല ഭംഗിയുള്ള സാരികളാണല്ലേ, ഇത്രയും നല്ല സാരികളൊക്കെ ദേവിയുടെ അടുത്ത് ഉണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഇതൊന്നും ദേവിക്ക് തിരിച്ചു കൊടുക്കില്ല എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ദേവി ആ ഒരു സമയത്ത് കുടിക്കാനായിട്ട് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ ജയന്തിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ജയന്തിച്ചി എടുത്തോ, എനിക്ക് വേണ്ടാട്ടോ, പോകുമ്പോൾ കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ പറയണം. അങ്ങനെ ജയന്തി ആ വെള്ളം കുടിച്ചത് പാതി, കുടിക്കാത്തത് പാതി. ദേവി, എനിക്കെന്തോ പോയിട്ട് തിരക്കുണ്ട്, ഞാൻ പോകണം കേട്ടോ, ഈ സാരികളെല്ലാം ഞാൻ കൊണ്ടുപോകണം, എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ, അങ്ങനെ എടുത്തിട്ട് ഓടണം. പറയും, എന്ത് ജയന്തിച്ചി ഇങ്ങനെ ഓടിയത്, അതിനിപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ദേവി അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ, അതൊക്കെ ഉണ്ടായിട്ടേ ഞാൻ പറഞ്ഞു വീട്ടിലെ അവകാശം ചോദിക്കാൻ വേണ്ടിയിട്ട് സോപ്പ് ഇടുകയാണെന്ന്. ജയന്തിച്ചിക്കൊരു ഡൗട്ട്, കൊടുക്കണ വെള്ളത്തിൽ പൊടിയുണ്ടോ മായം ചേർത്തിട്ടുണ്ടോ എന്ന് ഡൗട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു സൂത്രം ചെയ്തതാണ് പറയും. എൻ്റെ അഞ്ജു, നിന്നെ കൊണ്ട് ഞാൻ വയ്യാലോ എന്ന് പറഞ്ഞ് അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടത്തി ജയന്തിച്ചി ഓടിയത് കണ്ടിട്ട്. പിന്നീട് അവരുണ്ടെങ്കിലും കൂടെ അടുക്കളയിലേക്ക് പോവുകയാണ്. പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അച്ചാറ് കുപ്പിയൊക്കെ പാക്ക് ചെയ്യണം. എന്താണ് കാര്യത്തിലെല്ലാം പാക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ അഞ്ജു ചോദിക്കുമ്പോൾ, ഇരിക്കട്ടെ, കുറേ നാളത്തേക്ക് ആയല്ലോ, പിന്നെ ഇതിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാം. പിന്നെ അപ്പൂനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അപ്പൂനിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് എന്ന് നമ്മുടെ അഞ്ജു പറയണം. അപ്പോൾ ദേവി പറയും, വേണ്ട, എന്തായാലും 2 കൈയും കൂടെ കൂട്ടിയടിച്ചാലല്ലേ സൗണ്ട് ഉണ്ടാവുള്ളൂ, അപ്പോൾ ഒരാൾ അതിന് മറുപടി കൊടുക്കാതിരുന്നാൽ തീർന്നില്ലേ അഞ്ജു, അത് കാര്യമാക്കണ്ട, നീ അവളോട് വഴക്കിനൊന്നും പോവണ്ട എന്നൊക്കെ പറയണം. എന്തായാലും ഞാൻ അവസരം കിട്ടുമ്പോൾ നല്ലൊരു പണി അപ്പൂനിട്ട് കൊടുക്കും ദേവീച്ചിന്ന് പിന്നെ നമ്മുടെ അഞ്ജു പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പിന്നെ ദേവീച്ചി അതിനെക്കുറിച്ചൊന്നും
സംസാരിക്കാൻ പോയില്ല. പിന്നീട് ബാലനും ദേവിയും കൂടെ ഇങ്ങനെ എന്തായാലും എൻ്റെ അനിയന്മാരെല്ലാം സേഫായി. ഹരിക്ക് കടയായി, ശിവനും അതേപോലെ ഓട്ടുപുരയായി. കണ്ണനും കൂടെ ഈ പൈസ കൊടുത്തു കഴിഞ്ഞ് കണ്ണനും സേഫായി കഴിഞ്ഞാൽ എല്ലാ രീതിയിലും എൻ്റെ അനിയന്മാർ സേഫായി. ഇനി ഞാൻ അത് പിന്നൊരു കാര്യം, നമ്മുടെ വീട്ടിൻ്റെ അവകാശം അപ്പൂൻ്റെ കുട്ടി ദേവൂട്ടിക്കും അതേപോലെ അഞ്ജുവിന് വരാൻ പോകുന്ന കുട്ടിൻ്റെയും പേരിലാണ് ഇവർ എഴുതി വയ്ക്കാൻ പോകുന്നത്. അത് നമ്മുടെ അപ്പൂനിട്ട് 8ൻ്റെ പണി കൊടുക്കണ പോലെ തന്നെയായും. ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു സംഭവം അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ, അങ്ങനെ പ്രതീക്ഷിക്കാതെ അപ്പൂൻ്റെ അടുത്ത് ഈ ഒരു ആധാരത്തിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ അപ്പു സങ്കടം കൊണ്ട് എന്തായാലും കരഞ്ഞു പോകും. ഇത്രയും നല്ല സ്വഭാവമുള്ള ദേവീച്ചിയെയും ബാലേട്ടനെയും ആണല്ലോ ഞാൻ സങ്കടപ്പെടുത്തിയത് ദൈവമേ എന്ന് ആലോചിച്ച് എന്തായാലും അപ്പു കരയും. ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇനിയിപ്പോൾ സാന്ത്വനത്തിൽ വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ ദേവിയും ബാലനും എല്ലാവരുടെ കാര്യങ്ങളും സേഫായി. ഞങ്ങളെ ആലോചിച്ചിട്ട് ആരും സങ്കടപ്പെടാത്ത രീതിയിൽ, അതായത് ഇവർ പോകുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് പോയല്ലോ തെറ്റായ രീതിയിൽ എന്നുള്ള ചിന്ത വരാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവായി അവരെല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം. ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല, അവരപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് ദേവിയും ബാലനും ഓരോ കാര്യങ്ങളും പ്ലാനോടുകൂടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവർ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൊടി പാറിയിട്ടാണ് നമ്മുടെ ദേവിയും ബാലനും പടിയിറങ്ങുന്നത്. ഇറങ്ങിയതിന് ശേഷം പിന്നെ സാന്ത്വനം വീട് കാത്തിരിക്കുന്നത് ചേതനേറ്റ് 2 മൃതശരീരങ്ങളെയാണ് കാത്തിരിക്കുന്നത്. അത് കാണുമ്പോൾ സാന്ത്വനം വീട്ടിലൊരു അലമുറി തന്നെയായിരിക്കും അല്ലേ, പൊട്ടിക്കരച്ചിലായിരിക്കും. എന്തിനാ ഇവരിങ്ങനെ ചെയ്തതെന്ന് ആലോചിച്ച്. പിന്നെ ഇവർക്ക് ഈ നന്മകൾ ചെയ്തതെല്ലാം ആലോചിച്ചിട്ടായിരിക്കും ഇവർക്ക് കൂടുതൽ സങ്കടമല്ലേ. അപ്പോൾ എന്തായാലും അവർ പോവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പടിപടിയായി ഓരോ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാന്ത്വനം വീട്ടിൽ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ ബാക്കി എന്താ നടക്കാൻ പോകുന്നതെന്ന്.